സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ജനം ടി വിക്കൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ ഒരു അഭിനന്ദനം. ഒപ്പം സംസ്ഥാന ഓഫീസ് കാര്യാലയം ഇന്ന് പ്രവർത്തനം തുടങ്ങുകയാണ്. എത്രത്തോളം ആത്മസംതൃപ്തിയിലാണ്? ഒപ്പം വരുന്ന രാഷ്ട്രീയ ചലനങ്ങൾക്ക് ഇവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഏറെ ഫലം കാണും. തീർച്ചയായിട്ടും കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന BJP സംഘപരിവാർ പ്രവർത്തകരുടെ വലിയൊരു ആഗ്രഹമാണ് ഇന്ന് സഫലമാകുന്നത്. കേരളത്തിൽ അനേകം ആളുകൾ ഈ ഒരു ആശയത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. അവരെപ്പോലുള്ള ആൾക്കാരുടെ പ്രവർത്തകരുടെ ജീവാർപ്പണമാണ് ഈ പ്രസ്ഥാനത്തെ ഇന്ന് കേരളത്തിൽ ഈ നിലയിലെത്തിച്ചത്. ആദരണീയനായിട്ടുള്ള ശ്രീ KG മാരാറിൻ്റെ നാമധേയത്തിലാണ് ഈ ഒരു 60,000 സ്ക്വയർ ഫീറ്റുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയം ഇന്ന് ഗൃഹപ്രവേശ ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. ഗൃഹപ്രവേശ ചടങ്ങുകൾക്കും വലിയ പ്രത്യേകതകളുണ്ട്. കാരണം ഇതിൻ്റെ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൻ്റെ ഡയറക്ടറാണ് ശ്രീ കൃഷ്ണൻ നമ്പൂതിരി. അദ്ദേഹം ധർമാചാര്യ സഭയുടെ സെക്രട്ടറി കൂടിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, ശ്രീ മാധവ്ജിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ജാതിക്കതീതമായി പൂജാവിധികൾ പഠിപ്പിക്കുന്ന തന്ത്രവിദ്യാപീഠമാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം പാലിയം വിളംബരം ശ്രീ മാധവ്ജിയുടെ അതുപോലെ തന്നെ അപ്പുവേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന വലിയൊരു വിപ്ലവമായിരുന്നു അത്. അപ്പോൾ അവിടുത്തെ ആചാര്യൻ തന്നെയാണ് ഇവിടെ ഇന്ന് പൂജാകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. രാവിലെ ഗണപതി ഹോമം, വാസ്തുപൂജയെല്ലാം കഴിഞ്ഞു. ഭാരത് മാതാ പൂജയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. അതുപോലെ വിഷ്ണു, ശിവൻ, ദേവി പൂജകളുണ്ട്, ഐശ്വര്യലക്ഷ്മി പൂജയുണ്ട്. വളരെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പൂജകളാണ്. നമ്മുടെ നാടിൻ്റെ സമാധാനത്തിനും പുരോഗതിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടുള്ള പൂജകളാണ് ഇന്നിവിടെ ചെയ്യുന്നത്. ഇന്നത്തെ പാലുകാച്ചൽ ചടങ്ങിനും വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. ഇടമലക്കുടിയിലെ ഒരു ആദിവാസി സഹോദരി മുതൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം, പട്ടികജാതി, പട്ടികവർഗം, ധീവര, വിശ്വകർമ്മ, അതുപോലെ നാടാർ, അങ്ങനെ വിവിധ സമൂഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഹോദരിമാരാണ് ഇന്ന് പാലുകാച്ചൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അങ്ങനെ ഏത് നിലയിൽ നോക്കിയാലും ഒരു സാമൂഹ്യ ഐക്യത്തിൻ്റെതായിട്ടുള്ള സന്ദേശം വിളിച്ചോതുന്ന, ലളിതമാണെങ്കിലും ചടങ്ങുകൾക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള മഹത്തായിട്ടുള്ള ചടങ്ങുകളാണ് വെച്ചിരിക്കുന്നത്. പലരെയും ഇന്നിവിടെ ആദരിക്കുന്നുണ്ട്. പൂർവ്വസൂരികളായിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ നൽകിയവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള വീരബലിദാനികളുടെ ബന്ധുക്കളെല്ലാം ഇന്നിവിടെ വരുന്നുണ്ട്. പഴയകാല പ്രവർത്തകരെയെല്ലാം ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെട്ട ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്. വലിയൊരു ഔപചാരികമായ ഉദ്ഘാടനം വരാനിരിക്കുന്നതേ ഉള്ളൂ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ തീയതിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഇന്നത്തെ ചടങ്ങുകളെല്ലാം തന്നെ വളരെ ലളിതവും ചുരുക്കം ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങുകളാണ്. വിപുലമായ ചടങ്ങുകൾ വരും ദിവസങ്ങളിൽ നടക്കും. എന്തായാലും കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാന മുഹൂർത്തമാണ് ഇന്ന്. ഇവിടെ നല്ല തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും തുടർന്നുള്ള ഒരു 100 വർഷത്തേക്ക് കേരളത്തിലെ BJP പ്രവർത്തകർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു കാലയളവിൽ വലിയ സഹായം പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിലാണ്, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് കേരളത്തിലെ സംസ്ഥാന കാര്യാലയത്തിൻ്റെയും അതുപോലെ 14 ജില്ലാ കാര്യാലയങ്ങളുടെയും നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അത് ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലാ കാര്യാലയങ്ങളുടെയും 1-2 ജില്ല ഒഴിച്ച് ബാക്കിയെല്ലാം പൂർത്തിയായി. ഇപ്പോൾ സംസ്ഥാന കാര്യാലയം പൂർത്തിയായി. വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തകരെല്ലാവരും ഇവിടെ ഇന്ന് വന്നിട്ടുള്ളത്.